ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം കിണ്ണത്തപ്പത്തിന്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പം ഇടിയപ്പം തയ്യാറാക്കുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ജീരകം ചേർത്ത് കൊടുക്കുക. അടുത്തത് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പ്. ഇനി നമുക്കിത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അപ്പത്തിന്റെ പരുവത്തിനൊന്ന് അരച്ചെടുക്കാം. കിണ്ണത്തപ്പത്തിന്റെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് അരച്ചെടുക്കണം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് അരമണിക്കൂർ ഇനി മാറ്റി വയ്ക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ബാറ്റർ ഇനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ പാത്രത്തിലാണ് കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയെടുക്കാം. സ്റ്റീമറിനകത്തേക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. കിണ്ണത്തപ്പം തയ്യാറാക്കുമ്പോൾ മാവ് വളരെ കുറച്ചേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കട്ടി കൂടാൻ പാടില്ല. ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റീമറിലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കിണ്ണത്തപ്പം വെന്ത് വന്നോ എന്ന് നമുക്ക് നോക്കാം. വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നില്ലെങ്കിൽ ഇത് പറ്റി പിടിക്കും. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാം. ഇതിന്റെ മുകളിൽ നമുക്ക് 2 നുള്ളി ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. രുചികരമായ കിണ്ണത്തപ്പം തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ഈസ്റ്ററിന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.